Good evening, everyone. Welcome to yet another speaking live session from ജിനൂസ് അക്കാഡമി. ശ്രീലക്ഷ്മിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്പീക്കിങ്ങിലേക്ക് പോവാണ്. എല്ലാവരിൽ നിന്നും ഫീഡ്ബാക്ക് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാൻ മറക്കരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ നമ്മളുടെ ഈ ഒരു IELTS ലൈവ് സെഷനിൽ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പാർട്ട് 1-ൻ്റെയും പാർട്ട് 2-ൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നു അല്ലേ. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടതെന്നും എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരേണ്ടത്, അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ സംസാരിക്കണം, ഇതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പാർട്ട് 3-ലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് കുറച്ച് പാർട്ട് 3-യുടെ ഡിസ്കഷൻ, പാർട്ട് 3-യുടെ എക്സ്പ്ലനേഷനും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ പോസിബിൾ ആൻസേഴ്സുമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് 1-ലെ പോലെ തന്നെയാണ് പാർട്ട് 3-ലെയും ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ സെയിം ഫോർമാറ്റ് എന്നല്ല, അതേ ടൈം. ഇപ്പോൾ പാർട്ട് 1-ൽ ഒരു 5 ക്വസ്റ്റ്യൻ ആണെങ്കിൽ പാർട്ട് 3-ലും ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. 4 മുതൽ 5 ക്വസ്റ്റ്യൻസ്, പിന്നെ ചിലപ്പോൾ അത് നീണ്ടു പോയേക്കാം ചില കേസസിൽ മാത്രം. ഓക്കെ, അതുപോലെ തന്നെ 4 to 5 minutes ആണ്. അപ്പോൾ നമ്മൾ പാർട്ട് 1-ലെന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ പേഴ്സണൽ ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കുകയാണ് അല്ലേ. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല അല്ലേ. ജസ്റ്റ് അതൊന്ന് എന്താണ് ആ ഒരു സംഭവം എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ മതി. എന്നാൽ പാർട്ട് 3 എന്ന് പറയുമ്പോൾ അവിടെ കൂടുതലായിട്ടും നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒപ്പീനിയൻ ആണ് കേട്ടോ. ഒപ്പീനിയൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം അല്ലേ, ഇതൊക്കെയാണ് അവിടെ ചോദിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്പോസിറ്റ് സൈഡിലിരിക്കുന്ന ആൾ, അതായത് എക്സാമിനറിനെ മനസ്സിലാക്കി കൊടുക്കുന്ന വിധത്തിൽ വേണം നമ്മൾ പറയാനായിട്ട്. ഇനി അത് എക്സാമിനർ മനസ്സിലാക്കി കൊടുക്കുന്നത് മാത്രമല്ല, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിലും അതൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നതാണ് അല്ലേ. അപ്പോൾ ആ രീതിയിലുള്ള ആൻസറാണ് പറയേണ്ടത്. അപ്പോൾ പിന്നെ ഞാനൊരു കാര്യം പറയാം, ഇത് ഒരു ചുരുക്കിയുള്ള രൂപത്തിൽ പറയാം. പാർട്ട് 3 എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമ്മളുടെ ക്യൂ കാർഡിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതായത് ക്യൂ കാർഡ് റിലേറ്റഡ് ടോപ്പിക് ആണ്. ഓക്കെ, അല്ലാതെ ക്യൂ കാർഡിൽ നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻ മാത്രം, അതിൻ്റെ പറയുന്ന ആ ഒരു 2 മിനിറ്റ് സംസാരിക്കുന്നതിൽ നിന്നും എടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ആ ഒരു ക്യൂ കാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ടോപ്പിക്ക് വേണമെങ്കിലും നമ്മളോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ ഞാൻ പറഞ്ഞു, നമ്മൾ എന്തു പറഞ്ഞാലും അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പറയുക. അത്യാവശ്യം നല്ലതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നാൽ ഒരുപാട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടില്ല. മാക്സിമം ഒരു 45 seconds, അതിൽ കൂടുതലൊന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോവേണ്ട കാര്യമില്ല. അതിനുള്ളിൽ നമ്മൾ നമ്മളുടെ ആ ഒരു അഭിപ്രായം 30 seconds ഒക്കെ എടുത്തിട്ട് നമ്മളുടെ ആ ഒരു അഭിപ്രായം അവിടെ ഒപ്പീനിയൻ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലും പാർട്ട് 3-ലും എക്സാമിനർ നമ്മളോട് പറയും എന്താണ്, നമ്മളിനി പാർട്ട് 3-ലേക്ക് പോവാണ്, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞായിരിക്കും അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ ഒരുപാടങ്ങ് സ്പീഡിന് പറഞ്ഞു പോകാതെ, നമ്മൾ അത്യാവശ്യം എക്സ്പേർട്ട് ആണെങ്കിലും എക്സ്പേർട്ട് അല്ലെങ്കിലും ഒട്ടും അറിയാത്തവരാണെങ്കിലും പറയുന്ന കാര്യങ്ങൾ വളരെ സ്പീഡിന് പറഞ്ഞു പോകാതെ ഒരു ആവറേജ് ഒന്നും പറയാൻ കഴിയത്തില്ല, ഇച്ചിരി ഒന്ന് സ്പീഡ് കുറച്ച് പറയാം. എന്നാൽ ഒരുപാടങ്ങ് പോസ് ചെയ്ത് പറയരുത്. ഫോർ എക്സാമ്പിൾ, 1 of the biggest problems, അത്രയും സ്പീഡ് കുറച്ച് പറയരുത് കേട്ടോ. അങ്ങനെയും പറയാൻ പാടില്ല. എന്നാൽ 1 of the biggest problems in this part of the test is that the questions can be quite challenging. അങ്ങനെ സ്പീഡിനും പറയാൻ പാടില്ല. അത് നമ്മൾ എക്സ്പേർട്ട് ആണെങ്കിൽ പോലും അത്രയും സ്പീഡിന് പറയാൻ പാടില്ല. കാരണം ചില കേസിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലിരിക്കുന്ന ആളിന് കേൾക്കാൻ പറ്റത്തില്ല അല്ലേ, ക്ലാരിറ്റിയുടെ പ്രശ്നം വരാം. അപ്പോൾ അതുകൊണ്ട് മീഡിയം സ്പീഡിൽ തന്നെ സംസാരിക്കുക. മീഡിയം സ്പീഡിൽ സംസാരിക്കാൻ പറയുന്നതിൻ്റെ വേറൊരു കാര്യം ഞാൻ ഓൾറെഡി ഫസ്റ്റ് പാർട്ടിലും ക്യൂ കാർഡിലൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞായിരുന്നു. എന്തായിരുന്നു, നമ്മൾ ഒരുപാട് സ്പീഡ് കുറച്ചെന്നല്ല, ഒരു ആവറേജ് സ്പീഡിൽ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത പോയിന്റ്സ് വായിക്കാനായിട്ടുള്ള ടൈം കിട്ടും അല്ലേ. അത് തന്നെയാണ് നമ്മൾ റൈറ്റിങ്ങിലും സ്ട്രാറ്റജി അല്ലേ. റൈറ്റിങ്ങിലും നമ്മൾ എഴുതുമ്പോൾ, നമ്മൾ ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ അടുത്ത സെൻറ്റൻസ് നമ്മൾ മനസ്സിലേക്ക് ആലോചിച്ചിട്ട് നമുക്കത് എഴുതാൻ കഴിയും അല്ലേ. അപ്പോൾ അവിടെ കുറച്ചും കൂടെ കൂടുതൽ ടൈം കിട്ടുന്നത് കൊണ്ടാണ് ഒരു സെൻറ്റൻസ് എഴുതി കഴിയുമ്പോൾ നമുക്ക് അടുത്ത സെൻറ്റൻസ് വേഗം എഴുതാൻ കഴിയുന്നത്. അതുപോലെ നമ്മൾ ഈ ഒരു സ്പീക്കിങ്ങിലും ഇച്ചിരിയൊക്കെ ഒന്ന് ടൈം ചിന്തിക്കാനായിട്ടൊക്കെ ഉള്ളൊരു ടൈം എടുക്കുക.
ആ ചിന്തിക്കുന്ന ടൈമിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടും ഇരിക്കണം അല്ലേ, പോസ് വരാതെ വേറെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെയുള്ള ഫ്രേസസ് നിങ്ങളൊന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഈ ഫ്രേസസ് ഒക്കെ ഒന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫ്രേസ് യൂസ് ചെയ്യുന്ന ടൈമിൽ അവിടെ ക്വസ്റ്റ്യൻസ് സംസാരിക്കാനായിട്ടുള്ള ചെറിയൊരു ആലോചിക്കാനായിട്ടുള്ള ചെറിയൊരു ടൈമും കൂടെ നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ ഇനി വേറൊരു കാര്യമുണ്ട്, ഇത് ആലോചിച്ചുകൊണ്ട് നിൽക്കരുത്. ആദ്യത്തെ സ്റ്റാർട്ടിംഗ് ഫ്രേസ് എന്ത് വേണം എന്നുള്ളത് ആലോചിക്കാൻ പാടില്ല. ഇതൊരു 2-3-4 സെറ്റ്, മാക്സിമം ഒരു 5 ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഒരു 5 സെറ്റ് സ്റ്റാർട്ടിംഗ് ഫ്രേസ് നമ്മളുടെ കയ്യിൽ വേണം കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിൽ ഓരോ ഫ്രേസ് ആയിട്ട് എടുക്കാം. ഇനി ചില കേസസിൽ പലരും പറയാറുണ്ട്, എനിക്ക് ഒരു ആൻസറിൽ പറയുന്ന സ്റ്റാർട്ടിംഗ് ഫ്രേസ് തന്നെ ഞാൻ ചില കേസിൽ എല്ലാ ആൻസേഴ്സിലും അത് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, വെൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു സേ ബട്ട് എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഒരു 5 സെറ്റ് അങ്ങ് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ആ ഒരു ഓർഡറിൽ 5 സെറ്റ് അങ്ങ് ഓർത്ത് വെച്ചിരിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയാം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയാം, അങ്ങനെയുള്ള സെറ്റുകൾ ഓർത്ത് വയ്ക്കുക. ഈ ഒരു കേസിൽ അങ്ങനെ ഇത് പെർട്ടിക്കുലർ ആൻസറിനനുസരിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ. ഫോർ എക്സാമ്പിൾ, നമുക്ക് വളരെ നല്ലതായിട്ട് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ നമുക്ക് ഈ ഒരു 6th വൺ ആൻസറായിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ഫ്രേസ് ആയിട്ട് പറയാൻ കഴിയുമോ? ഐ ഡോണ്ട് റിയലി നോ മച്ച് അബൌട്ട് ദാറ്റ് ബട്ട്, എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല, പക്ഷേ അത് നമുക്ക് അറിയാത്ത ടോപ്പിക്ക് ചോദിച്ചാൽ മാത്രമേ പറയാൻ കഴിയൂ അല്ലേ. ഇനി നമുക്കൊരു ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഷുവർ അല്ല, എന്നാൽ ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള കേസ് പറയുകയാണെങ്കിൽ ആ ഒരു കേസിൽ മാത്രമാണ് ഐ എം നോട്ട് റിയലി ഷുവർ ബട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. പിന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ സെറ്റ് ഓഫ് സ്റ്റാർട്ടിംഗ് ഫ്രേസസ് ഉണ്ട്. അത് ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിലായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതെന്താണ്? ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ, in my opinion, well, that's a great question. Okay, personally I believe that. ഇങ്ങനെയൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ 5 ക്വസ്റ്റ്യനിലും 5 സ്റ്റാർട്ടിങ് യൂസ് ചെയ്യുക. അപ്പോൾ അതിൽ കുറച്ചൊക്കെ വരാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ടൊക്കെ എളുപ്പമുള്ള കുറച്ച് സ്റ്റാർട്ടിങ് ഫ്രേസസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. സ്ക്രീൻഷോട്ട് എടുത്താൽ പിന്നെ സൂം ചെയ്ത് നോക്കിയാൽ മതി. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളുടെ ആ ഒരു ഗാലറിയിൽ സേവ് ചെയ്താൽ മാത്രം പോരാ, പ്രാക്ടീസും കൂടെ കൊടുക്കുക. ഓഫ് ദ ടോപ്പ് ഓഫ് മൈ ഹെഡ് ഐ വുഡ് സേ അല്ലേ, വെൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു സേ ബട്ട് ദാറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആൻഡ് ഐ തിങ്ക് ഐ വുഡ് ഹാവ് ടു സേ ദാറ്റ്. ഐ എം നോട്ട് റിയലി ഷുവർ ബട്ട് actually that's not something I have really thought about but ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി മീനിങ് അറിയാമായിരിക്കുമല്ലോ. സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസുകളാണ്. ഐ ഡോണ്ട് റിയലി നോ മച്ച് അബൌട്ട് ദാറ്റ് ബട്ട്. ഇതൊക്കെയാണ് ആ ഒരു പാർട്ട് 3യിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന സ്റ്റാർട്ടിംഗ് ഫ്രേസസ്. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പറയാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, പാർട്ട് 3യുടെയൊക്കെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞതിന് ശേഷം പാർട്ട് 3യുടെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ചോദിക്കാം, അതിന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ആൻസേഴ്സ് എഴുതാം. അപ്പോൾ പാർട്ട് 3, പാർട്ട് 1 ഇതൊക്കെ നമുക്ക് എന്താണ് ഒരു പേഴ്സണിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ആൻസേഴ്സ് ഒക്കെ ഇരിക്കുന്നത് അല്ലേ. ഒപ്പീനിയൻ വേണമെങ്കിൽ നമുക്ക് പാർട്ട് 3 ഒക്കെ വേണമെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് പഠിച്ചു വെക്കാം. പക്ഷേ പാർട്ട് 1 നമുക്ക് അങ്ങനെ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ പാർട്ട് 1 കൂടുതൽ പ്രാക്ടീസ് കൊടുക്കുക. പാർട്ട് 3 നമ്മൾ ചോദിച്ചാൽ എന്ത് പോയിന്റ് പറയും എന്നുള്ളത് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി ഇവിടെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്? അപ്പോൾ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് XYZ? ഒരു പെർട്ടിക്കുലർ എന്താണ് കൈൻഡ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ കൺട്രിയിൽ കാണുന്ന ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അക്കോമഡേഷൻ ഏതൊക്കെയാണ്? ഓക്കെ, ഇപ്പോൾ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അക്കോമഡേഷൻ ദാറ്റ് വി ക്യാൻ പ്രൊവൈഡ് ഫോർ എ കപ്പിൾ ഹൂ ലീവ്സ് ഇൻ അവർ കൺട്രി, അല്ലെങ്കിൽ ഹൂ ലുക്സ് ഫോർ ആൻ അക്കോമഡേഷൻ ഇൻ അവർ കൺട്രി. നമ്മളുടെ കൺട്രിയിൽ അക്കോമഡേഷൻ നോക്കുന്ന, സീക്ക് ചെയ്യുന്ന കപ്പിൾസ് എന്ന് പറയുമ്പോൾ അക്കോമഡേഷൻ ചേഞ്ച് ആവും അല്ലേ, ഹോസ്റ്റലൊന്നും പറയാൻ കഴിയത്തില്ല. ഓക്കെ, അപ്പോൾ അവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന അക്കോമഡേഷൻ ഏതൊക്കെയാണ്? അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡെക്കറേഷൻസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എ ഹോം? ഒരു വീടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന ഡെക്കറേഷൻസ് ഏതൊക്കെ കൈൻഡ് ഓഫ് ഡെക്കറേഷൻസ് ആണ്? അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അതിൽ വരുന്നത്. ഇനി കമ്പയറിങ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പെർട്ടിക്കുലർ രണ്ടെണ്ണം, അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഇതാണോ അല്ലെങ്കിൽ മറ്റേതാണോ, അങ്ങനെയുള്ളൊരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കവിടെ ചോദിക്കാൻ കഴിയുന്നത്
എൽഡർ പീപ്പിൾ ആണോ അല്ലെങ്കിൽ ടീനേജേഴ്സ് ആണോ ഏറ്റവും കൂടുതൽ പുതിയ എൻവയോൺമെൻറ്റുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നത്? Who do you think can cope up with new situation? And elder people, elderly or younger one? അങ്ങനെ ചോദിക്കാം അല്ലേ? അതാണ് കമ്പയറിങ്. അപ്പോൾ അവിടെ ടൈം ആകാം, ഓബ്ജക്ട്സ് ആകാം, കോൺസെപ്റ്റ്സ് ആകാം. ഇനി പ്രെഡിക്റ്റ് ചെയ്യുക. അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മളുടെ ടെക്നോളജി എങ്ങനെയായിരിക്കും, ഒരു 20 വർഷത്തിന് ശേഷം നമ്മളുടെ ടെക്നോളജി എങ്ങനെയായിരിക്കും ഇരിക്കുന്നത് എന്ന് ചോദിക്കാം. അപ്പോൾ അതൊക്കെയാണ് പ്രെഡിക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അഡ്വാൻറ്റേജസ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് എ കാർ റാദർ ദാൻ എ ബസ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് എ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. ഡിസഡ്വാൻറ്റേജ് അതിൽ വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ സൊല്യൂഷൻസ് അല്ലേ? അപ്പോൾ വാട്ട് സൊല്യൂഷൻസ് ക്യാൻ യു സജസ്റ്റ് ഫോർ വാട്ടർ പൊല്യൂഷന് വേണ്ടിയിട്ട് എന്തൊക്കെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് പറയാം. പിന്നെ ഒപ്പീനിയൻ. സോ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ റിഗാർഡിങ് എന്ന് ചോദിക്കാം. ഇല്ലെങ്കിൽ വൈ എന്ന് വെച്ചാലും എന്തുകൊണ്ടാണ് അല്ലേ? അപ്പോൾ അവിടെയും നമ്മുടെ ഒപ്പീനിയൻ ആണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പാർട്ട് 3 ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കണ്ട, എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ പറയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആണ് അല്ലേ? നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫിൽ എന്താണ് വരുന്നത്? വാട്ട് ആർ സം ഓഫ് ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഷോപ്സ് ഇൻ യുവർ കൺട്രി? നിങ്ങളുടെ കൺട്രിയിലെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഷോപ്സ് ഏതൊക്കെയാണ്? അപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ് നമ്മൾ പറയുമ്പോൾ വെൽ എന്ന് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? വെൽ നല്ലൊരു സ്റ്റാർട്ടിംഗ് പ്ലേസ് ആണെന്ന് മെൻഷൻ ചെയ്തു. അപ്പോൾ വെൽ ദർ ആർ എ വൈഡ് റേഞ്ച് ഓഫ് പ്ലേസസ് ടു ഗോ ഷോപ്പിംഗ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഓക്സിലറി വെർബ് ആണ് വരുന്നത് അല്ലേ? വെൽ ദർ ഇസ് എന്ന് പറയരുത്, അത് മിസ്റ്റേക്ക് ആണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അവിടെ ദർ ആർ എന്ന് തന്നെ യൂസ് ചെയ്യും. പിന്നെ അതിൽ ഏറ്റവും പോപ്പുലർ ഏതാണ് എന്ന് പറയാം, അതിൻ്റെ റീസൺ പറയാം, പിന്നെ ഏതൊക്കെയാണെന്ന് പറയാം. ഒന്നെങ്കിൽ എല്ലാം ഒന്ന് ഇതൊക്കെയാണെന്ന് മാത്രം മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് അതിൽ ഏറ്റവും നല്ലത് ഏതാണ്, ഏറ്റവും ലീസ്റ്റ് പ്രിഫേർഡ് ഏതാണ്, അങ്ങനെയൊക്കെ നമുക്കൊന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ ആൻസർ എങ്ങനെയാണ് വരുന്നത് എല്ലാവരും ശ്രദ്ധിച്ചേ. വെൽ ദർ ആർ എ വൈഡ് റേഞ്ച് ഓഫ് പ്ലേസസ് ടു ഗോ ഷോപ്പിംഗ്. വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ടൈപ്സ് ഈസ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം വൺ ഓഫ് ദ അല്ലേ? വൺ ഓഫ് ദ പറയുമ്പോൾ പിന്നെ നമ്മളവിടെ ഈസ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സിൽ ഒരാൾ അല്ലേ? വൺ ഓഫ് മൈ കസിൻസ്, എൻ്റെ കസിൻസിൽ ഒരാൾ. അപ്പോൾ നമ്മളവിടെ ചൂസ് ചെയ്യുന്നത് ഒരാളെ മാത്രമാണ്. അതുകൊണ്ട് അവിടുത്തെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഈസ് ആണ്. അതൊരിക്കലും മറക്കരുത്, അത് വലിയൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ടൈപ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ. ഐ തിങ്ക് ദിസ് ഈസ് ബിക്കോസ് ദേ സ്റ്റോക്ക് ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ആൻഡ് ഓൾവേസ് offer a money back guarantee if you are unsatisfied with your purchase. അവ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് ആണല്ലേ? അതിൻ്റെ റീസൺ അവിടെ പറഞ്ഞു. Another trendy place that people in my country enjoy shopping at is night markets. I guess this might be because it's a lot of fun and the prices are usually cheaper than in the store. അപ്പോൾ വേറൊരെണ്ണം ഇതാണ്. അപ്പോൾ നമുക്കൊന്നെങ്കിൽ 3-4 പറയാം, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡാഷ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡാഷും അറിയണം എന്നില്ല അല്ലേ? ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ തിങ് നമ്മൾ അറിയണം എന്നില്ല. അപ്പോൾ നമുക്കറിയത്തില്ല എങ്കിൽ 1-2 വെച്ചിട്ട് അവിടെ മെൻഷൻ ചെയ്യാം. അല്ലെങ്കിൽ എനിക്കതിനെക്കുറിച്ചുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എനിക്കതിനെക്കുറിച്ച് വലുതായിട്ടൊരു ധാരണയൊന്നുമില്ല, എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഇതാണുള്ളത് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം മാത്രം അവിടെ പറയാം. നമ്മളുടെ അറിവിലല്ല അവിടെ ഫോക്കസ് കൊടുക്കുന്നത് അല്ലേ? ജനറൽ നോളജിനല്ല ഫോക്കസ് കൊടുക്കുന്നേ. നമ്മളിപ്പോൾ അറിയത്തില്ല എങ്കിൽ കൂടിയും എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല, എന്നാൽ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഈ ഒരു സംഭവം, അങ്ങനെ മാത്രമായിട്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എന്ന് ചോദിച്ചാലും ഒരു ടോപ്പിക് മാത്രമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലും കറക്റ്റ് ആണല്ലേ? ഓക്കെ, സോ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അപ്പോൾ ഇവിടെ പറയാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ, അവിടെ ആദ്യം നമുക്ക് ഇൻട്രൊഡക്ഷനിൽ യൂസ് ചെയ്യാൻ കഴിയുന്ന കുറച്ച് ഫ്രേസസ് ആണ് അല്ലേ? വെൽ ദർ ആർ എ വൈഡ് റേഞ്ച് ഓഫ്, അല്ലെങ്കിൽ ആക്ച്വലി ദർ ഇസ് ക്വൈറ്റ് ആൻ അറേ ഓഫ്, ദർ ആർ മെനി ഓപ്ഷൻസ് ടു ചൂസ് ഫ്രം. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡാഷ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന കോമൺ ആയിട്ടുള്ള
ഫ്രേസസ് ആണ്. പിന്നെ നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് മെൻഷൻ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഏതാണ്, സെക്കൻഡ് ടൈപ്പ് ഏതാണ്, അങ്ങനെ പറഞ്ഞു പോകാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് പറയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ടൈപ്സ് ഈസ് അല്ലേ. വൺ ഓഫ് ദ വന്നത് കൊണ്ട് ഈസ്. പ്രോബബ്ലി ദ മോസ്റ്റ് കോമൺ ഈസ്, അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. ഇനി സെക്കൻഡ് ടൈപ്പ് ആണെങ്കിൽ അനദർ ട്രെൻഡി ഓപ്ഷൻ മെനി പീപ്പിൾ ആർ ഓൾസോ കീൻ ഓൺ. ഇതിലും അവർക്ക് ശ്രദ്ധയുണ്ട്, അല്ലെങ്കിൽ ഇതും അവരുടെ നോട്ടത്തിലുള്ളതാണ് എന്ന് പറയാം അല്ലേ. ഇനി നമ്മൾ ഓരോന്നായിട്ട് പറയുമ്പോൾ അവിടെ റീസൺ പറഞ്ഞു പോകണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ റീസൺ പറയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നത് ഐ തിങ്ക് ദിസ് ഈസ് ബിക്കോസ്, ഐ ഗസ് ദിസ് മൈറ്റ് ബി ബിക്കോസ്, ഇതായിരിക്കാം അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ സംഭവത്തിൻ്റെ പോപ്പുലാരിറ്റി അല്ലേ, അതെന്തുകൊണ്ടാണെന്നുള്ളതും ഇവിടെ മെൻഷൻ ചെയ്യണം. അത് മസ്റ്റാണ്. ഇനി നമുക്ക് നമ്മളുടെ എക്സാമിനോട് ചോദിക്കാൻ കഴിയുന്ന ചില ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആണ് കേട്ടോ. അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ, അതായത് പാർട്ട് 1-ലാണെങ്കിലും 3-ലാണെങ്കിലും ചെക്ക് ചെയ്യണമെങ്കിൽ, റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ could you please repeat that, അല്ലെങ്കിൽ സോറി I didn't quite catch what you said, നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അതിനേക്കാളും could you please repeat that എന്ന് മാത്രം ചോദിച്ചാൽ മതി. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരു പെർട്ടിക്കുലർ വേർഡിൻ്റെ മീനിങ് അറിയത്തില്ലെങ്കിൽ അത് ചോദിക്കുന്നത് അല്ലേ. സോറി വാട്ട് ഡസ് എക്സ് മീൻ അല്ലേ, അങ്ങനെ വേണ്ട. അത് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. ഇതിലങ്ങനെ ആ ഒരു സെറ്റിംഗ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ഡാഷ്, ഇതിൻ്റെ മീനിങ് പറഞ്ഞു തരാം. കുഡ് യു പ്ലീസ് അങ്ങനെ മാത്രം ചോദിച്ചാൽ മതി. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാനും മീനിങ് മനസ്സിലാക്കാൻ കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്, നിങ്ങൾ കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയാം. വേർഡ് ആണെങ്കിൽ കുഡ് യു പ്ലീസ് എന്താണ് എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വേർഡ്, ആ ഒരു പെർട്ടിക്കുലർ വേർഡിൻ്റെ മീനിങ് എന്താണെന്നും ചോദിക്കാം. ഓക്കെ, ഇനി അടുത്ത ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ ചോദ്യം നമ്മളോട് എക്സാമിനർ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ മീനിങ് ആ ചോദിച്ചത് നമുക്ക് കേട്ടതിൽ നിന്ന് മനസ്സിലായത് ഈ ഒരു സംഭവമാണ്. പക്ഷെ അത് നമുക്കൊരു ഡൗട്ട് ഉണ്ടല്ലേ, അത് തന്നെയാണോ, അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇതാണോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം അല്ലേ. താങ്കൾ ഉദ്ദേശിച്ചത് ഈ ഒരു സംഭവമാണോ താങ്കൾ എന്നോട് ചോദിച്ചത് എന്നാണ്. അല്ലാതെ ആർ യു ആസ്കിങ് മീ, നിങ്ങൾ എന്നോടാണോ ചോദിക്കുന്നത് എന്നുള്ളതല്ല. ഈ ഒരു സംഭവമാണോ നിങ്ങൾ എന്നോട് ചോദിച്ചത്, ആർ യു ആസ്കിങ് മീ റിഗാർഡിങ് ഇതാണോ എന്ന് പറഞ്ഞിട്ടുള്ളത്, അത് നമ്മളെ ആ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറും. അല്ലെങ്കിൽ ഡു യു മീൻ ഇത്, അപ്പോൾ അതിന് പകരം ആർ യു ആസ്കിങ് മീ ഡാഷ് അങ്ങനെ ചോദിച്ചാൽ മതി. അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും ഈ കൈൻഡ് ഓഫ് സിറ്റുവേഷൻസിൽ മാത്രമേ നമ്മൾ ചോദിക്കാൻ പാടുള്ളൂ. വേറെ ഒന്നും ആവശ്യമില്ലാതെ ചോദിക്കരുത്. ഇത് തന്നെ ചോദിക്കേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് കേൾക്കുക. പക്ഷേ നമ്മൾ മനുഷ്യരാണല്ലേ, ചില കേസസിൽ കേൾക്കാതിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കേൾക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ചോദിക്കുക ഈ ഒരു രീതിയിൽ, വേറെ രീതിയിൽ ചോദിക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ ഇതും ഒന്ന് നോട്ടീസ് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. കാരണം ആൻസർ പറയുന്നത് പോലെയല്ല എക്സാമിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ. അപ്പോൾ അത് വളരെ പൊളൈറ്റ് ആയിട്ടും ശ്രദ്ധയോടും കൂടി മാത്രം ചോദിക്കുക. ഓക്കെ, ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ക്ലോത്തിങ്ങിനെ കുറിച്ച് ചോദിക്കുക അല്ലേ. ഇപ്പോൾ ക്ലോത്തിങ് എന്ന് പറയുമ്പോൾ അവിടെ അതിൻ്റെ കുറേ വൊക്കാബുലറീസും അത് റിലേറ്റഡ് ആയിട്ടുള്ള മീനിങ്ങും ഉണ്ട് അല്ലേ. അപ്പോൾ ആക്സസറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജ്വല്ലറി ആണ് അല്ലേ, നമ്മൾ ധരിക്കുന്നതിനെയാണ് ആക്സസറീസ് എന്ന് പറയുന്നത് അല്ലേ. ബൊട്ടീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഷോപ്പായിരിക്കും, ഒരു സിംഗിൾ കട, ചെറിയൊരു കട, അതിൻ്റെ അകത്ത് ഫാഷനബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് ഉണ്ടെങ്കിൽ അത് ബൊട്ടീക്കാണ്. അപ്പോൾ പലരും വിചാരിച്ചിട്ടുണ്ട് ഈ തുണിക്കട തന്നെയല്ലേ ബൊട്ടീക്ക്, പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ബൊട്ടീക്ക് എന്ന് യൂസ് ചെയ്യുന്നത്, വലിയ ഷോപ്പിന് എന്താ ബൊട്ടീക്ക് എന്ന് ഇടാത്തെ. നമ്മളുടെ എന്താണ് വലിയ തുണിക്കടകളുണ്ടല്ലോ, ജയലക്ഷ്മി, പോത്തീസോ, അതൊന്നും ബൊട്ടീക്ക് എന്നല്ല അവർ പറയുന്നത് അല്ലേ. അപ്പോൾ ബൊട്ടീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കടയാണ്. ഓക്കെ,
ടെക്സ്റ്റൈൽസ് എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് വലിയ കടയാണ് അല്ലേ. ഇനി ഗാർമെന്റ്. ഗാർമെന്റ് എന്ന് വെച്ചാൽ ആ ഒരു പെർട്ടിക്കുലർ ഡ്രസ്സിനെയാണ് നമ്മൾ ഗാർമെന്റ് എന്ന് പറയുന്നത് അല്ലേ. ക്ലോത്തിങ് മെറ്റീരിയൽ അല്ലേ, ഒരു ഐറ്റം, ക്ലോത്തിങ് ഐറ്റം. അടുത്തത് ഫേബ്രിക്. ഫേബ്രിക് എന്ന് വെച്ചാൽ തുണി ഏത് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ, അതാണ് ഫേബ്രിക് എന്ന് പറയുന്നത്. പിന്നെ ഫിറ്റിംഗ് റൂം, റൂം ഇൻ എ ക്ലോത്ത് സ്റ്റോർ ടു ട്രൈ ഓൺ ക്ലോത്ത്, അതായത് ട്രയൽ റൂം എന്ന് പറയും. ട്രയൽ റൂം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ, എന്നാൽ ഫിറ്റിംഗ് റൂം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയത്തില്ല. ഇനി ഔട്ട്ഫിറ്റ്. ഔട്ട്ഫിറ്റ് എന്ന് വെച്ചാൽ മൊത്തത്തിൽ നമ്മൾ ധരിക്കുന്നത് അല്ലേ, ഒരു കംപ്ലീറ്റ് സെറ്റ്. ഇപ്പോൾ ചുരിദാർ ആണെങ്കിൽ അതിൻ്റെ പാൻറ്റും ടോപ്പും ഷോളും അല്ലേ, മൊത്തത്തിൽ അതിനെയാണ് ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ആക്സസറൈസ്. അപ്പോൾ ആക്സസറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ നമ്മൾ ധരിക്കുന്ന സംഭവം അല്ലേ. ആക്സസറൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലോത്തിൽ അത് അറ്റാച്ച് ചെയ്യുക, അതിനെയാണ് ആക്സസറൈസ് എന്ന് പറയുന്നത്. ഇനി ഡ്രസ്സപ്പ് എന്ന് വെച്ചാൽ എന്താണ്, ധരിക്കുക അല്ലേ, ആ ഒരു ക്ലോത്ത് ധരിക്കുക. ഇനി ഫ്ലോണ്ട്. ഫ്ലോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോ ഓഫ് അല്ലേ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ ധരിക്കുക. ഗോ ഔട്ട് ഓഫ് സ്റ്റൈൽ. ഔട്ട് ഓഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ, പണ്ടത്തെ ആൾക്കാർ, പണ്ടത്തെ രീതികൾ അതൊക്കെ ഇപ്പോൾ അൺഫാഷനബിൾ ആണ്. അപ്പോൾ നമ്മൾ ഫാഷൻ അല്ലാത്തതായി മാറുക എന്നുള്ളതാണ് ആ ഒരു ഗോ ഔട്ട് ഓഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ അത് മീൻ ചെയ്യുന്നത്. ഇനി ട്രൈ ഓൺ ക്ലോത്ത്. ക്ലോത്ത്സ് ട്രൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ മീനിങ് എന്തായിരിക്കും, നമുക്ക് ക്ലോത്ത്സ് മാച്ച് ആകുന്നുണ്ടോ, ഫിറ്റ് ആകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇൻ വോഗ്. വോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാഷൻ അല്ലേ, ഫാഷനിലേക്ക് പോവുക. ഗോ ഔട്ട് ഓഫ് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാഷൻ ഇല്ല അല്ലേ, ഔട്ട് ഓഫ് ഫാഷൻ ആകുക. ഓക്കെ. ഇനി ഇപ്പോൾ വോഗ് പറഞ്ഞപ്പോഴാണ് വേറൊരു സംഭവം ഞാൻ ഓർമ്മിച്ചത്, വേഗ് അല്ലേ, VAGUE. വേഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ അല്ലാത്തത്, അൺക്ലിയർ എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഇനി പിന്നെ വരുന്നത് കാഷ്വൽ. കാഷ്വൽ വെയർ എന്നൊക്കെ പറയും അല്ലേ, അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നമ്മൾ ഇത് സാധാരണ ധരിക്കാറുള്ളത് എന്നുള്ള മീനിങ് മാത്രമേ ഉള്ളൂ. ഫോർമൽ എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഒക്കേഷനിൽ നമ്മൾ ധരിക്കുന്നതാണ്. എലഗൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൈലിഷ്. അടുത്തത് ജോർജിയസ് എന്നല്ല, ഗോർജിയസ് എന്നാണ് കേട്ടോ. ഗോർജിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ. ഔട്ട്റേജിയസ്, അൺയൂഷ്വൽ ആൻഡ് റാദർ ഷോക്കിംഗ്. ട്രെൻഡി, പോപ്പുലർ. അപ്പോൾ വേറൊരു കാര്യം ഞാൻ ഇനി പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു സ്പീക്കിംഗ് ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പീക്കിങ്ങിനെ കുറിച്ച് ഒരു ഐഡിയ മാത്രമേ കിട്ടൂ. അവിടെ ഇപ്പോൾ കമൻറ്റ് ചെയ്താലും ഒന്നും നിങ്ങൾക്ക് കാര്യമില്ല അല്ലേ. ഇപ്പോൾ റീഡിംഗ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ലിസണിങ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് പ്രാക്ടീസിലേക്ക് കൗണ്ട് ചെയ്യാൻ കഴിയും. എന്നാൽ റൈറ്റിങ്ങും സ്പീക്കിങ്ങും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പ്രാക്ടീസും വേണം, അതിന് ഒന്ന് വിലയിരുത്താനായിട്ട് അല്ലേ, കറക്റ്റ് ചെയ്യാനായിട്ട് ഒരാളും വേണം. അപ്പോൾ ഈ ഒരു സ്പീക്കിംഗ് ലൈവ് സെഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഐഡിയാസ് മനസ്സിലാക്കാനായിട്ടുള്ളൊരു സ്റ്റേജായിട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രാക്ടീസ് വേണം, അതുപോലെ കറക്ഷൻസും വേണം. സോ IELTS എഴുതാനായിട്ട് താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ മടിച്ചിരിക്കരുത്. കാരണം ഇനി പോകെ പോകെ നമ്മളുടെ റൂൾസൊക്കെ ഒരുപാട് സ്ട്രിക്റ്റ് ആകും. സ്ട്രിക്റ്റ് ആയില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു വിസ റിജക്ഷൻ വരാനായിട്ടുള്ള ചാൻസസ് ഒക്കെ ഒരുപാട് കൂടുതലാണ്. ഇപ്പോൾ തന്നെ ഒരു 1000 പേരൊക്കെ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്താൽ 100 പേർക്ക് പോലും ആ ഒരു വിസ അപ്രൂവൽ ആകുന്നില്ല. നിങ്ങൾക്കത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നിങ്ങൾക്ക് ന്യൂസൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. നമ്മൾ വിസ കൊടുക്കുന്നത്, വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ബാക്കിയുള്ളതെല്ലാം നമ്മൾ യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചു, എല്ലാം ശരിയാണ്. എന്നാൽ നമുക്ക് അക്കാഡമിക്സിനാണെങ്കിലും ജനറലാണെങ്കിലും പിന്നെ അവിടെ വിസ റിജക്ഷൻ അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ അക്കാഡമിക്സിന് ഈ ഒരു വിസ റിജക്ഷൻ്റെ റേറ്റ് കൂടി വരികയാണ് കേട്ടോ. അത് ഓരോ ദിവസം കഴിയുന്തോറും ആ ഒരു റേറ്റ് കൂടി വരികയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് തീരെ ഒരു 10% ആൾക്കാർക്ക് പോലും വിസ അപ്രൂവൽ ആകുന്നില്ല. അപ്പോൾ പോകെ ഇതിൻ്റെ ആ ഒരു പരിസ്ഥിതി എന്ന് പറയുന്നത് കൂടി വരത്തേ ഉള്ളൂ, ഇനി കുറയാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ലാർജസ്റ്റ് ആയിട്ടുള്ളൊരു കൺട്രിയാണ് അല്ലേ കാനഡ എന്ന് പറയുന്ന വലിയൊരു പ്ലേസ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലേസിൽ ആദ്യമൊന്നും വലിയ പോപ്പുലേഷൻ ഇല്ലായിരുന്നു. ഓക്കെ, നമ്മുടെ ഇന്ത്യയെക്കാളും ഒക്കെ എത്രയോ മടങ്ങ് സൈസ് കൂടിയതാണ് കാനഡ. എന്നാൽ ഇന്ത്യയുടെ ഒരു പെർട്ടിക്കുലർ ശതമാനം പോലും നമ്മുടെ കാനഡയിൽ പോപ്പുലേഷൻ ഇല്ല. അവിടെ പോപ്പുലേഷൻ തികയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം അവരെല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ വന്ന് ഇനി ഭാവിയിൽ ഇന്ത്യയിലുള്ളവർ മൊത്തം കാനഡയിലാകുന്ന അവസ്ഥയാണ് അല്ലേ. ഇന്ത്യയിലെന്നല്ല, പല കൺട്രീസിലുള്ളവരെല്ലാം അവസാനം
വേൾഡിൽ വേറെ എങ്ങും ആരും കാണത്തില്ല, കാനഡയിലും UK-യിലും ഒക്കെ മാത്രമായിരിക്കും, ഇങ്ങനെയുള്ള കൺട്രീസിൽ മാത്രമായിരിക്കും ആൾക്കാർ കാണുന്നത്. ആ ഒരു അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അറിയാമല്ലോ, നമ്മൾ ഒരുപാട് ഇൻ്റർവ്യൂവിന് തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു 10 പേരുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനായിട്ടുള്ള സാധ്യത ഇച്ചിരി കൂടുതലായിരിക്കും അല്ലേ. 100 പേരാകുമ്പോൾ നമുക്ക് കിട്ടാനായിട്ടുള്ള പ്രോബബിലിറ്റി കുറവാണ്. അപ്പോൾ ആളിൻ്റെ എണ്ണം കൂടുന്തോറും വിസ റിജക്ഷൻ നമുക്ക് ആകാനായിട്ടുള്ള ആ ഒരു പ്രോബബിലിറ്റി ഒരുപാട് കൂടി വരും. സോ നിങ്ങൾ ഇനിയും പോപ്പുലേഷൻ അവിടെ കൂടുന്നതിനനുസരിച്ച് അവർ കുറച്ച് ആൾക്കാരെ മാത്രമേ അങ്ങോട്ടേക്ക് വിടത്തുള്ളൂ. അപ്പോൾ ആ ഒരു കേസിൽ ഇനി അങ്ങോട്ട് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ, പോവാനായിട്ട് കഴിയത്തില്ല അല്ലേ. നമ്മൾ ഇന്ത്യയിലെ അവസ്ഥ ഇതിനേക്കാളും വളരെ പരിതാപകരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലേ. അത്യാവശ്യം എല്ലാവരും ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, പണ്ടത്തെ കണക്കല്ല അല്ലേ. പണ്ട് വിദ്യാഭ്യാസം ഉള്ളവർക്ക് ജോലി എന്ന് പറയുമ്പോൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ, ആൾക്കാരെ കിട്ടാനില്ലാത്ത അവസ്ഥയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് കിട്ടുന്നവരെയൊക്കെ എടുത്ത് അവർ ജോലിക്ക് അപ്പോയിൻറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല ആ ഒരു കേസ് എന്ന് പറയുന്നത് അല്ലേ. പഠിച്ചവർക്ക് പോലും ജോലിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ക്ലീനിങ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, പ്രൈവറ്റിനെ പോലെയല്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ടോയ്ലറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഒട്ടും അൺഹൈജീനിക് ആണെന്ന് തന്നെ പറയാം. സോ നമുക്ക് ആ ഒരു ടോയ്ലറ്റ് കാണാൻ പോലും അറപ്പ് തോന്നുന്ന രീതിയിലാണ് ചില കേസസ്. എല്ലായിടത്തെയും പറയുന്നില്ല, ഞാൻ നേരത്തെ കണ്ട കുറച്ച് സംഭവങ്ങളാണ് പറയുന്നത്. സോ അങ്ങനെയുള്ള ആ ഒരു ടോയ്ലറ്റ് ക്ലീനിങ്ങിനുമൊക്കെ ഈ MA പഠിച്ച ആൾക്കാരാണ് പോകുന്നത്. ഞാൻ തന്നെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് അവിടെ ക്ലീനിങ്ങിന്, അത് ഞാൻ നേരിട്ടുള്ള അനുഭവത്തിൽ നിന്നും പറയാണ് കേട്ടോ, ആരും അത് പൊളിറ്റിക്ക് ആയിട്ടൊന്നും കണക്ട് ചെയ്യരുത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്. MA പഠിച്ച ഒരാളായിരുന്നു, ഒരു ലേഡി ആയിരുന്നു അവിടെ ക്ലീനിങ് സ്റ്റാഫായിട്ടിരുന്നത്. അപ്പോൾ ആ ഒരു ലേഡിക്ക് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വൃത്തിഹീനമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് ആ ലേഡിക്ക് ഇപ്പോഴും ദേഷ്യമായിരുന്നു. കാരണം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ജോലി ചെയ്യാൻ ഒന്നാമതേ മടിയായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ ആൾക്കാർ ഇങ്ങനെയും കൂടെ ചെയ്തു വെച്ചാൽ ദേഷ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഇന്ത്യയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജോലി കിട്ടാനായിട്ട് സാധ്യത കുറവാണ് അല്ലേ. സാധ്യത കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇങ്ങനെയുള്ള ജോലിക്ക് പോലും വിദ്യാഭ്യാസം ഉള്ളവർ തള്ളിക്കയറുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സാലറിയോട് കൂടി നല്ലൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത് അത് നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുമെന്ന് പറയത്തില്ല, നമുക്ക് ലക്കും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതാണ് ഇന്ത്യയുടെ അവസ്ഥ. എന്നാൽ ഇങ്ങനെയുള്ള കൺട്രീസിലേക്ക് നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വർക്ക് ചെയ്യാനായിട്ടുള്ള ആ ഒരു മനസ്സുണ്ടെങ്കിൽ, എന്ത് ജോലിയും ചെയ്യാനായിട്ടുള്ള മനസ്സുണ്ടെങ്കിൽ, നമ്മുടെ ഇന്ത്യയിലെ പോലെയല്ല, ഇന്ത്യയിൽ എന്ത് ജോലി ചെയ്യാനായിട്ടുള്ള മനസ്സുണ്ടായിട്ടും കാര്യമില്ല അല്ലേ. നമുക്ക് ആ ഒരു ശമ്പളം അവിടെ അതിനനുസരിച്ച് കിട്ടത്തില്ല. എന്നാൽ കാനഡയിൽ അങ്ങനെയല്ല, നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ജോലി ചെയ്താലും അതിന് ഹൈ വേജസ് ആണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഉള്ള മൈഗ്രേഷനൊക്കെ നിങ്ങളുടെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയുള്ള എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെ പോകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അത് നിങ്ങളുടെ മനസ്സിലൊന്ന് ഉറപ്പിക്കണം കേട്ടോ. പോണോ വേണ്ടയോ എന്ന് ആലോചിക്കാതെ എനിക്ക് പോകണമെങ്കിൽ പോകണം, പോകണ്ടെങ്കിൽ പോകണ്ട, ഏതെങ്കിലും ഒരു കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുത്തതിന് ശേഷം ഇനി എന്താണ്, നിങ്ങൾ എവിടെയാണ് പോകുന്നത് എന്നുള്ളത് നോക്കുക. ഇനി എന്തിൻ്റെ കാര്യത്തിനാണ് പോകുന്നത്, ആ ഒരു പർപ്പസ് നോക്കുക. അത് മനസ്സിലാക്കിയിട്ട് IELTS ആണോ OET ആണോ ഏത് എക്സാമാണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചതിന് ശേഷം അതൊക്കെ കൺസൾട്ടൻസിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അതിനുശേഷം നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അത് IELTS ആണ് നിങ്ങൾക്ക് എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ലൈവ് സെഷൻസ് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കാം. അത് എത്രയും പെട്ടെന്ന് എല്ലാവരും ചെയ്യുക. നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ക്യാൻവാസ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ക്ലാസ്സസിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾക്ക് തന്നെയാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്. എത്രയും പെട്ടെന്ന് ഇത് വലിച്ചു നീട്ടി ഈ ഒരു സംഭവം കൊണ്ടുപോകാതെ എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ടി ശ്രമിക്കുക. ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വിചാരിക്കും ജോലി തിരക്കിനിടയിൽ സമയം കിട്ടുന്നില്ല എന്ന്. പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കുക, നിങ്ങൾ ആ ഒരു കാനഡയിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കറണ്ട് ആയിട്ടുള്ള ജോലി നിങ്ങൾ റിസൈൻ ചെയ്തിട്ടായിരിക്കും അല്ലേ. അല്ലാതെ അവിടെ ഇവിടെയായിട്ട് ജോലി ചെയ്യാൻ കഴിയത്തില്ല. എന്തായാലും നിങ്ങൾ റിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഒരു ലീവ് എടുക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് 1, 2, 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ കാലിബറിനനുസരിച്ച് 1, 2, 3 മാസത്തിനുള്ളിൽ നിങ്ങൾ ഈ ഒരു IELTS ക്ലിയർ ചെയ്തിട്ട് പോവുക. അതെല്ലാവരും മസ്റ്റായിട്ടും നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഫക്റ്റീവ് അല്ല. നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സംഭവങ്ങളായിരിക്കും അല്ലേ. എന്നാൽ നിങ്ങൾക്ക് ആ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ ആ ഒരു സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരിക്കും. സോ അത് പ്രാക്ടീസ് ചെയ്ത് പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത് കേട്ടോ. ഓക്കെ, പിന്നെ കുറേ ഇഡിയംസ് ഒക്കെ ഉണ്ട്. അത് പോകെ പോകെ ഞാനിപ്പോൾ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറഞ്ഞത് അല്ലേ. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറഞ്ഞത്. സോ ഇഡിയംസും അതിൻ്റെ യൂസേജും ഇതെല്ലാം ഓരോ ക്ലാസ്സുകളിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഇനി നമ്മൾ പാർട്ട് 3യിലേക്ക് പോവാണ്. പാർട്ട് 3യിലെ ചില ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പാർട്ട് 3യിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്സും അത് റിലേറ്റഡ് ആയിട്ടുള്ള ആൻസേഴ്സും എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ അതിലേക്ക് പോവാം, പാർട്ട് 3യിലേക്ക് പോവാം. ഓക്കെ, നെറ്റ്വർക്കിൻ്റെ ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുവാണ്. നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈസ് ഫാമിലി ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ കൺട്രി? നിങ്ങളുടെ കൺട്രിയെ സംബന്ധിച്ച് ഫാമിലി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണോ? അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ്റെ മീനിങ് മനസ്സിലാക്കുക. നമ്മളുടെ കൺട്രിയിൽ ഫാമിലി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഫാമിലിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? അപ്പോൾ ആദ്യം നമ്മൾ പറയേണ്ടത് നമ്മളുടെ ഒപ്പീനിയൻ ആണ് അല്ലേ. സോ എന്നെ സംബന്ധിച്ച് ഫാമിലി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് അല്ലായോ എന്നുള്ളത് മെൻഷൻ ചെയ്യാം. അതിനുശേഷം അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് റീസൺസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമ്മൾ എന്താണ് പറയുന്നത്? പാർട്ട് 3യിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഒപ്പീനിയൻ ആണ്. സോ ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യമൊക്കെ ചോദിക്കുമ്പോൾ താങ്ക് യു ഫോർ ദിസ് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, എനിക്ക് വളരെ നന്ദിയുണ്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ എന്ന് പറയാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൺട്രിയിൽ ആ ഒരു ട്രെൻഡ് എങ്ങനെ ആണെന്ന് പറയുക. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞതിന് ശേഷം ആ ഒരു പോയിന്റ്, അതായത് ഫാമിലി ആണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു പോയിന്റും കൂടെ പറയാം. പിന്നെ എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അത്രത്തോളമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം, കുഴപ്പമില്ല. ഈ ഒരു പാർട്ട് 3യിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ, എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? താങ്ക് യു ഫോർ ദിസ് ക്വസ്റ്റ്യൻ. വെൽ, പീപ്പിൾ ഇൻ മൈ കൺട്രി ബിലീവ് ദാറ്റ് ഫാമിലി കംസ് ഫസ്റ്റ് ആൻഡ് ദേ പുട്ട് ദെയർ ഫാമിലി ahead of anything else. They would do anything for the family and I am proud of that. Family bonding in my country is quite strong. എൻ്റെ കൺട്രിയിൽ ഫാമിലി തന്നെയാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ. ആ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്, അതിൽ ഞാൻ അഭിമാനിക്കുന്നു. സോ ഇതാണ് നമ്മളുടെ ആൻസർ. ഈ ഒരു രീതിയിലാണ് നമ്മളുടെ ആൻസർ വരേണ്ടത്. ഓക്കെ, ഇനി ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഹാസ് ദ സൈസ് ഓഫ് ദ ഫാമിലി ചേഞ്ച്ഡ് ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഡിക്കേഡ്സ് ഇൻ യുവർ കൺട്രി? അപ്പോൾ ചോദ്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സംഭവം പിടികിട്ടി അല്ലേ. ആ ഒരു ഫാമിലി സൈസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഫ്യൂ ഡിക്കേഡ്സ് എന്ന് വെച്ചാൽ 10 വർഷത്തിനെയാണ് നമ്മൾ ഡിക്കേഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങളുടെ കൺട്രിയിൽ ആ ഫാമിലി സൈസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്പോൾ നമ്മളവിടെ പറയേണ്ട ആൻസർ എന്താണ്? ഫാമിലി സൈസ് കൂടുതലാണോ കുറവാണോ എന്നാണ് അല്ലേ. അവിടെ നമ്മുടെ ന്യൂക്ലിയർ ഫാമിലിയെക്കുറിച്ചും എക്സ്റ്റെൻഡഡ് ഫാമിലിയുടെ കാര്യം എല്ലാം നമുക്കവിടെ പറയാം അല്ലേ. ജോയിൻറ്റ് ഫാമിലിയെക്കുറിച്ചൊക്കെ നമുക്കവിടെ പറയാം.
അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കവിടെ സ്റ്റാർട്ടിങ് ഫ്രം മൈ എക്സ്പീരിയൻസ് എന്ന് പറയാം കേട്ടോ, അല്ലെങ്കിൽ ഇൻ മൈ പോയിന്റ് ഓഫ് വ്യൂ എന്നും പറയാം. അത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇങ്ങനെയാണ്, അങ്ങനെ നമുക്ക് പറയാം. സോ ഫ്രം മൈ എക്സ്പീരിയൻസ് ഐ ക്യാൻ സേ ദാറ്റ് മൈ ഗ്രാൻഡ് ഫാദർ had an extended family and people at that time used to live together with close relatives. As far as I have heard, their forefathers also live in a joint family and the number of family members was sometimes more than 20. However, the trend of living in an extended family has changed remarkably in cities where most of the families are nuclear in nature. The villages in my country still have large families who live in together, but the number is shrinking day by day. അപ്പോൾ ആദ്യം കഴിഞ്ഞ ഫ്യൂ ഡിക്കേഡ്സിൽ എങ്ങനെയാണെന്ന് പറയാം അല്ലേ. അപ്പോൾ കഴിഞ്ഞ ഫ്യൂ ഡിക്കേഡ്സിൽ ലാസ്റ്റ് എന്നാണ് പറയുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് ഫ്യൂ ഡിക്കേഡ്സ് ആണെങ്കിൽ ഇനി ഫ്യൂച്ചറിലെയാണ് പറയുന്നത് അല്ലേ. ലാസ്റ്റ് ഫ്യൂ ഡിക്കേഡ്സ് എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടെന്ന് പറയുമ്പോൾ നമുക്കവിടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ എങ്ങനെയായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാവർക്കും സെയിം ആൻസർ ആയിരിക്കും വരുന്നത് അല്ലേ. പണ്ടൊക്കെ ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു, നമ്പർ എന്ന് പറയുന്നത് ഇത്രത്തോളം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാവരും സിറ്റീസിലേക്ക് മാറിയതോടുകൂടി അല്ലെങ്കിൽ പല പല പർപ്പസിന് വേണ്ടിയിട്ടും അവർ റീലൊക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ആ ഒരു ഫാമിലിയുടെ നമ്പർ എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ് അല്ലേ. ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്കവിടെ ആൻസർ എഴുതാം. അപ്പോൾ നമ്പർ കുറയുന്നു എന്ന് പറയുന്നതിന് നമ്പർ ഷ്രിങ്കിങ് എന്ന് നമുക്കവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ ഡു യു തിങ്ക് ദ ഫാമിലി വിൽ ചേഞ്ച് ഇൻ ദ ഫ്യൂച്ചർ? ഫ്യൂച്ചറിൽ ഈ ഒരു ട്രെൻഡ് എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ നേരത്തെ ഫ്യൂ ഡിക്കേഡ്സിലാണ് ഇത് ചോദിച്ചത് അല്ലേ. ഇനി നെക്സ്റ്റ് എങ്ങനെയായിരിക്കും? ഓക്കെ, അപ്പോൾ വെൽ ദാറ്റ്സ് എ നൈസ് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കവിടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, വെൽ ഗ്രാൻഡ് പാരൻസ് ഇൻ എ ഫാമിലി ആർ ലൈക്ക് ദ പില്ലേഴ്സ് ഓഫ് വെർച്യൂ and they play an important role. They maintain a balance for the family. Alle? So, I believe more people will have a nuclear family and the size of the family will be small in future. Future la adu korayum. Alle? People do not like to have more than 2 children nowadays, and who knows, they will consider having one baby policy in the distant future. The very norm that a man gets married to a woman and have their own children to form a family is being challenged by the concept of the same-sex marriage, and this trend will increase in the future. അപ്പോൾ ഫാമിലിയെ കുറിച്ചാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ പല രീതിയിൽ അവിടെ ആൻസർ കൊടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരും കാലങ്ങളിൽ പാരൻറ്റ്, അതായത് അച്ഛനും അമ്മയും ഒരു കുട്ടിയും മാത്രമായിട്ട് ഒതുങ്ങും എന്ന് പറയാം. ഇല്ലെങ്കിൽ വൺ പാരൻറ്റ് സിസ്റ്റം അല്ലേ, സിംഗിൾ പാരൻറ്റ് സിസ്റ്റം എന്ന് പറയാം. അതായത് ഇപ്പം ഡിവോഴ്സ് റേറ്റ് കൂടുതലാണല്ലോ, അപ്പോൾ അതൊക്കെ മെൻഷൻ ചെയ്തിട്ട് പറയാം. ഡിവോഴ്സ് റേറ്റ് ഇപ്പോൾ കൂടുതലായതുകൊണ്ട് സിംഗിൾ പാരൻ്റ് ആയിട്ട് മാറാം. ഇല്ലെങ്കിൽ ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ പണ്ടൊക്കെ ആണും പെണ്ണുമാണ് കല്യാണം കഴിക്കുന്നത് അല്ലേ. ഇപ്പോൾ സെയിം ജെൻഡറിൽ നിന്ന് ആൾക്കാർ കല്യാണം കഴിക്കുകയാണ്. സോ അങ്ങനെ ഒരു ട്രെൻഡും ഉണ്ടായിട്ടുണ്ട്. സോ ഇത് മൂന്നും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഫ്യൂച്ചറിൽ പല പല സിറ്റുവേഷൻസും നമ്മൾ ഫേസ് ചെയ്തേക്കാം. അതിൽ ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് ഒരു ഫാദർ, ഒരു മദർ, ഒരു ചൈൽഡ് അല്ലെ, ഒരേ ഒരു ചൈൽഡ് അടങ്ങിയ ഒരു ഫാമിലി. ഇല്ലെങ്കിൽ ഒരു പാരൻറ്റും ഒരു ചൈൽഡും അടങ്ങിയ ഒരു ഫാമിലി. ഇല്ലെങ്കിൽ സെയിം ജെൻഡേഴ്സ് കല്യാണം കഴിച്ചിട്ട് അല്ലേ, രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് താമസിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ. ഈ മൂന്ന് സിറ്റുവേഷൻസിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം ഫ്യൂച്ചറിൽ പല ഫാമിലീസിലും ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതെല്ലാവർക്കും ഒപ്പീനിയൻ അറിയാം, അതെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല അല്ലേ. അതുകൊണ്ടാണ് ഞാനവിടെ ആൻസറും കൂടെ മെൻഷൻ ചെയ്തത്. അപ്പോൾ ഫാമിലി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ ഫാമിലിയെ കുറിച്ച് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹു ഡു യു തിങ്ക് ഷുഡ് ബി റെസ്പോൺസിബിൾ ഫോർ ദ കെയർ ഓഫ് ദ എൽഡർലി, ദ ഫാമിലി ഓർ ദ ഗവൺമെന്റ്?
ഇത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മുടെ എസ് റൈറ്റിങ്ങിലും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റീസെൻ്റ് ആയിട്ടുള്ള ഒരു എസ് എ റൈറ്റിങ്ങിൽ നമ്മൾ എൽഡർലി അല്ലേ, വയസ്സായവരെ നമ്മൾ സംരക്ഷിക്കുന്നതാണോ നല്ലത്, അതോ ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് കൊടുക്കുന്നതാണോ നല്ലത്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ റൈറ്റിങ്ങിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഹു ഡു യു തിങ്ക് ഷുഡ് ബി റെസ്പോൺസിബിൾ ഫോർ ദ കെയർ ഓഫ് എൽഡർലി, ദ ഫാമിലി ഓർ ദ ഗവൺമെൻറ്? ഫാമിലി ആണോ ഗവൺമെൻറ് ആണോ റെസ്പോൺസിബിൾ? അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്താണ് തോന്നുന്നതെന്ന് പറയാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, രണ്ട് രീതിയിൽ പറയാം കേട്ടോ. ഫാമിലി ആണെന്ന് പറയാം, ഫാമിലിയാണ് ഏറ്റവും റെസ്പോൺസിബിൾ, കാരണം അവരുടെ നല്ല സമയത്ത് ഒരു ഫാമിലിയാണ് കൂടുതൽ കൺസിഡർ ചെയ്തിരുന്നത് അല്ലേ. സോ തിരിച്ച് അവർക്ക് വയ്യാതെ വരുമ്പോൾ നമ്മളും അവരെ കൺസിഡർ ചെയ്യണമെന്ന് പറയാം. ഇല്ലെങ്കിൽ ഗവൺമെൻറ് എന്താണ്, ഇപ്പോൾ മിലിറ്ററി ആൾക്കാരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ആരാണെങ്കിലും നമ്മുടെ കൺട്രിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെറുതായിട്ടെങ്കിലും പങ്ക് വഹിച്ച ആൾക്കാരായിരിക്കും അല്ലേ. അപ്പോൾ അവർ വയസ്സാകുമ്പോൾ അവർക്ക് വയ്യാതെ ആകുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഹെൽപ്പും കൂടെ അവിടെ വേണം എന്ന് പറയാം. ഇല്ലെങ്കിൽ രണ്ടും കൂടെ ക്ലബ് ചെയ്തും നമുക്കവിടെ പറയാം. ഇതിലേതെങ്കിലും ഒരു ആൻസർ ആയിരിക്കും നമ്മളവിടെ പറയേണ്ടത് കേട്ടോ. സോ ഇത് നമ്മളുടെ ഒപ്പീനിയൻ ആണ് അല്ലേ. ഹു ഡു യു തിങ്ക്, ഡു യു തിങ്ക് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒപ്പീനിയൻ ആണ്. അപ്പോൾ അവിടെ നമ്മൾ പറയേണ്ടത് ഐ ബിലീവ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഐ കംപ്ലീറ്റ്ലി ബിലീവ് ദാറ്റ്. നമുക്ക് ഉറപ്പായിട്ടുള്ളൊരു ആൻസർ ആണെങ്കിൽ ഐ കംപ്ലീറ്റ്ലി ബിലീവ് ദാറ്റ് എന്ന് പറയാം, ഇല്ലെങ്കിൽ ഐ ബിലീവ് ദാറ്റ് എന്നും പറയാം. സോ ഐ ബിലീവ് ദാറ്റ് the family has a major responsibility to look after their elder family members and support them personally as they did in their youth age. These senior citizens have sacrificed a lot throughout their lives to form a family and then to make them happy. The young members should do everything in their power to accompany their elder members and provide them with their necessities. Having said that, government has some responsibilities as well. These elder members were once taxpayers and thus they deserve health care, entertainment and other facilities from the state. അതായത് മുകളിൽ പറഞ്ഞത് അങ്ങനെ പറഞ്ഞു എങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അല്ലെ, സെൻട്രൽ അതോറിറ്റീസിൻ്റെ ഭാഗത്തു നിന്നും റെസ്പോൺസിബിലിറ്റി അവർക്കും ഉണ്ടല്ലേ, അവരും അത് ഏറ്റെടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് പറയാൻ പറ്റുന്നൊരു സ്റ്റാർട്ടിങ് ഫ്രേസും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതിപ്പോൾ ആദ്യത്തെ നമ്മൾ പറഞ്ഞു, അപ്പോൾ ഐ ബിലീവ് ദാറ്റ് എന്ന് പറഞ്ഞു. ഇനി ഹാവിങ് സെഡ് ദാറ്റ് എന്ന് പറയാം. ഹാവിങ് സെഡ് ദാറ്റ്, അപ്പോൾ അങ്ങനെ പറഞ്ഞെങ്കിലും ഇങ്ങനെയാണെന്നുള്ളൊരു മീനിങ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിനും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ രണ്ട് പോയിന്റ് കൂടെ ക്ലബ് ചെയ്ത് പറയാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Why is the number of joint families decreasing in modern time? ഇപ്പോൾ എന്തുകൊണ്ടാണ് ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൂടുതൽ ആൾക്കാരും സിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈഫ് ചൂസ് ചെയ്തത് കൊണ്ടാണ് അല്ലേ. സോ അങ്ങനെ പോകുമ്പോഴത്തേക്കും പലരും അവരുടെ വീട് വിട്ട് അല്ലെ റീലൊക്കേറ്റ് ചെയ്ത് വേറെ പ്ലേസസിലൊക്കെ പോകും. അപ്പോൾ ആ ഒരു കേസിൽ ആ ഒരു ജോയിൻറ്റ് ഫാമിലിയുടെ എണ്ണം അവിടെ കുറഞ്ഞു വരും. പിന്നെ വേറൊരു കാര്യം നമുക്കവിടെ പറയാം, ആൾക്കാരുടെ മൈൻഡ് സെറ്റ് പണ്ടത്തെ കണക്കല്ല. ഇപ്പോൾ നമ്മളുടെ അച്ഛനും അമ്മയും പോലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല അല്ലേ. പല ആൾക്കാരും കല്യാണം കഴിഞ്ഞാണെങ്കിലും കല്യാണം കഴിയുന്നതിന് മുന്നേ ആണെങ്കിലും അച്ഛനെയും അമ്മയും ഒരു ബേർഡനായിട്ടും അച്ഛനും അമ്മയും പറഞ്ഞാൽ അനുസരിക്കാത്ത രീതിയിലുള്ള മക്കളായിട്ടൊക്കെ വളർന്നു വരുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു കേസ് നമുക്ക് അച്ഛനമ്മമാരെ പോലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല അല്ലേ. അപ്പോൾ നമ്മളുടെ മാമനും മാമിയും ഗ്രാൻഡ് പാരൻസും ഒക്കെ ഉണ്ടെങ്കിലോ നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല ആ വീട്ടിൽ. ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ. പിന്നെ നമ്മളുടെ കൂടെ വരുന്ന നമ്മുടെ സ്പൗസ് അല്ലെങ്കിൽ നമ്മുടെ വൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് അവർ നമ്മുടെ ഫാമിലി അഡ്ജസ്റ്റ് ചെയ്യണമെന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കേസസ് ഉണ്ട്. അപ്പോൾ ആൾക്കാരുടെ മൈൻഡ് സെറ്റും ഈ ഒരു ജോയിൻറ്റ് ഫാമിലി ഡിക്ലൈൻ അല്ലേ അതിൻ്റെ ഒരു റീസൺ ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, സോ അവിടെ നമുക്ക് പറയാം, എങ്ങനെ പറയാം, ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയാം അല്ലേ. ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ, ദ സിറ്റി സെൻട്രിക് ലൈഫ് which is highly competitive and busy has diminished the concept of joint family and created the nuclear family. Besides, the urban influence, ever increasing inflation, our affection towards a materialistic life and less inclination towards the traditions and values have ended up making our own nuclear family.
ഈ ഒരു ആൻസർ അവിടെ പറയാം. സോ മെറ്റീരിയലിസ്റ്റിക് ലൈഫ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ വൊക്കാബുലറിയിൽ വരുന്നതാണ്. ഇൻഫ്ലേഷൻ, അപ്പോൾ ഇതൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ വൊക്കാബുലറി ബേസ്ഡ് ആയിട്ടുള്ള എന്താണ് പ്രാക്ടീസ് നമുക്ക് ചെയ്യാം. ഇത് ജസ്റ്റ് ആ ഒരു പാർട്ട് 3 എന്താണെന്നുള്ളത് മാത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഏത് രീതിയിൽ പറയണം എന്നുള്ളതൊക്കെയാണ്. സോ വൊക്കാബുലറി പിന്നീട് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇങ്ങനെയുള്ളതാണ് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള, ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ഏകദേശം എന്ന് പറയാം അല്ലേ, ഏകദേശം ഇങ്ങനെയുള്ളതാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഫാമിലി ആയി അല്ലേ, ഫാമിലി എന്ന് പറയുന്നത് മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. What kinds of jobs do young people not want to do in your country? അപ്പോൾ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കവിടെ പറയാൻ കഴിയും അല്ലേ. എന്നാൽ ഇഷ്ടമല്ലാത്തത് എന്ന് പറയാൻ കഴിയുന്നത് എന്താണ്? അപ്പോൾ പലരും ഈ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ സെയിൽസ് ജോബൊന്നും പലർക്കും താല്പര്യമല്ല അല്ലേ. അതുപോലെ തന്നെ എലമെൻ്ററി ടീച്ചിങ്, അതായത് തീരെ കൊച്ചുകുട്ടികളെ പ്ലേ സ്കൂളിൽ അല്ലെങ്കിൽ LKG UKG കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നത്, ചിലരത് പാഷനായിട്ട് കാണുന്നവരുണ്ട്, അവരെക്കുറിച്ചല്ല പറയുന്നത്. ചില ആൾക്കാർക്ക് അല്ലേ, കാരണം അതിനൊക്കെ ഒരുപാട് പേഷ്യൻസ് വേണം. ഈ സെയിൽസ് ഒക്കെ നടത്തുക എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് ചിലപ്പോൾ നമ്മളെടുത്ത് അഗ്രസീവായിട്ടൊക്കെ പെരുമാറാം. അപ്പം നമുക്കൊരു പേഷ്യൻസ് വേണം. അതുപോലെ ചെറിയ സ്കൂളിലൊക്കെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്കും അവിടെ ഒരു പേഷ്യൻസ് വേണം അല്ലേ, ക്ഷമ വേണം. കാരണം കുട്ടികൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സീറ്റിൽ നിന്ന് ഇറങ്ങി ഓടും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ജോലികളാണ് പലരും ഇഷ്ടപ്പെടാത്തത് എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു എന്താണ് ഹൗസ് മെയ്ഡ് ജോബൊക്കെ ഉണ്ടല്ലോ, അതായത് വീട്ടു ജോലി എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ അതും ഇഷ്ടമല്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ചെറിയ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ജോലികൾ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ജോലികളും പലരും ഇഷ്ടപ്പെടാത്തതാണ്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ഹാർഡ് വർക്കിംഗ് വേണം അല്ലേ. അപ്പോൾ നമുക്കിവിടെ ആൻസർ പറയാം. വെൽ ഇൻ മൈ കൺട്രി, എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് കൈൻഡ്സ് ഓഫ് ജോബ് ഡു യങ് പീപ്പിൾ നോട്ട് വാണ്ട് ടു ഡു ഇൻ യുവർ കൺട്രി? അപ്പോൾ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, വെൽ ഇൻ മൈ കൺട്രി വി ഹാവ് ഓൾമോസ്റ്റ് ഓൾവേസ് ഹാഡ് എ ബിഗ് പ്രോബ്ലം ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എമംഗ് യങ് പീപ്പിൾ ആൻഡ് ദെയർഫോർ ദെർ ആർൻറ്റ് എക്സാക്ട്ലി ടു മെനി ജോബ്സ് ദാറ്റ് ദേ ഡോണ്ട് വാണ്ട് ടു ഡു. അതായത് ജോലി കിട്ടാനില്ല, അപ്പോൾ ഏതെങ്കിലും ജോലി മതി എന്ന് വിചാരിക്കുന്നവരാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും ഉള്ളത് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ പെർട്ടിക്കുലർ ജോലിയും എന്താണ് ഇഷ്ടപ്പെടായികയില്ല. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം, ഹൗ എവർ ആസ് ഫാർ ആസ് ഐ ഹാവ് ഫൗണ്ട് ജോബ്സ് ലൈക്ക് ഔട്ട്സൈഡ് സെയിൽസ്, മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് അതർ സർവീസ് ഓറിയൻറ്റഡ് ജോബ്സ് ദാറ്റ് റിക്വയർ ലോങ്ങർ അവേഴ്സ് ഓഫ് വർക്ക് ആർ നോട്ട് ലുക്ക്ഡ് അപ്പോൺ വെരി ഫേവറബിളി ബൈ ദ യങ് അഡൾട്ട്സ് ഇൻ മൈ കൺട്രി. ഇപ്പോൾ കൈൻഡ് ഓഫ് ജോബ്സ് പറഞ്ഞു അല്ലേ. പിന്നെ ദേ ഓൾസോ ഡോണ്ട് ലൈക്ക് എലമെൻ്ററി ടീച്ചിങ് ബിക്കോസ് ദേ റിക്വയർ എ ലോട്ട് ഓഫ് പേഷ്യൻസ്. ആഫ്റ്റർ ഓൾ ടീച്ചിങ് ലിറ്റിൽ കിഡ്സ് ക്യാൻ ബി റിയലി ചാലഞ്ചിങ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കവിടെ ആൻസർ പറഞ്ഞ് പോവാം. അപ്പോൾ ജോബിനെ കുറിച്ചായിരുന്നു പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇനി ജോബിനെ കുറിച്ചുള്ളൊരു 2-3 ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹു ഈസ് ബെസ്റ്റ് അറ്റ് അഡ്വൈസിങ് യങ് പീപ്പിൾ അബൌട്ട് ചൂസിങ് എ ജോബ്, ടീച്ചേഴ്സ് ഓർ പാരൻസ്? ടീച്ചേഴ്സിനാണോ പാരൻസിനാണോ ഒരാളിന് ഏത് ജോലിയാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത്? അപ്പോൾ നമുക്ക് പറയാം, എല്ലാ പാരൻസും എഡ്യൂക്കേഷനിൽ ക്വാളിഫൈഡ് ആകണം എന്നില്ല അല്ലേ, അല്ലെങ്കിൽ എല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകണം എന്നില്ല. എന്നാൽ ടീച്ചേഴ്സ് ആണെങ്കിൽ അവർ പല കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, പല സിറ്റുവേഷൻസും ഫേസ് ചെയ്ത് വന്നിട്ടുള്ളവരായിരിക്കും അല്ലേ. അപ്പോൾ ടീച്ചേഴ്സ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ പാരൻസിന് അനുഭവമുണ്ട്, എന്നാൽ അവരൊരു പെർട്ടിക്കുലർ ജോബ് മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ ടീച്ചേഴ്സ് പല കുട്ടികളെ പഠിപ്പിക്കുകയും പല ആൾക്കാരുമായിട്ട് സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ. 2 രീതിയിലും ആൻസർ പറയാം. എന്നാലും ഒന്നും കൂടെ ടീച്ചേഴ്സാണ് എല്ലാവരും കൂടുതൽ ആൾക്കാരും ചൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ നമുക്ക് പറയാം ഇൻ മൈ ഹംബിൾ ഒപ്പീനിയൻ എന്ന് പറയാം. എൻ്റെ ഒരു എളിയ ഒപ്പീനിയൻ അല്ലേ, ഒപ്പീനിയനിൽ ഇൻ മൈ ഹംബിൾ ഒപ്പീനിയൻ ടീച്ചേഴ്സ് ആർ ബെസ്റ്റ് അറ്റ് അഡ്വൈസിങ് യങ് പീപ്പിൾ അബൌട്ട് ചൂസിങ് എ ജോബ് primarily because they are usually the ones who work tirelessly at schools and colleges to unlock the potentials of young adults. Besides, through the continuous interaction with their students in classes, it is the teachers who are better positioned to identify the skills and expertise of the young people and thus being able to guide them to choose careers that are suitable for them. ടീച്ചേഴ്സിനാണ് അവരുടെ കുട്ടികളുടെ പൊട്ടൻഷ്യൽസ് ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതും അതുവഴി കുട്ടികൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോബ്സ് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ റൈറ്റിങ്ങിലും ഒരുപാട് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈസ് മണി ഓൾവേസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വെൻ ചൂസിങ് എ ജോബ്? ഒരു ജോലി ചൂസ് ചെയ്യുന്ന സമയത്ത് മണി എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്കവിടെ മണി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും പോകുന്നത്. കയ്യിൽ 10 പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ട് ജീവിക്കാം അല്ലേ. അത് മണി ഓറിയൻറ്റഡ് ആണ് എങ്കിൽ പോലും നമുക്കവിടെ ഞാൻ പറഞ്ഞു സ്പീക്കിങ്ങിൽ ഒരിക്കലും ബാഡ് ഇംപ്രഷൻ കൊടുക്കരുതെന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമുക്ക് വേണമെങ്കിൽ മണി എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ് എന്ന് പറയാം അല്ലേ. മണി എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ്. കാരണം അത്യാവശ്യം നല്ലൊരു ലൈഫ് പ്രൊസീഡ് ചെയ്ത് പോകണം, മുന്നോട്ട് ലീഡ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് മണി അത്യാവശ്യമാണ് അല്ലേ. എല്ലാ കാര്യത്തിനും മണി ആവശ്യമാണ്. ഈവൻ ഒരു ഹെൽത്ത് കെയർ, ഒരു പനി വന്നാൽ പോലും നമുക്കവിടെ മണി ആവശ്യമാണ്. സോ പക്ഷേ മണി മാത്രം വച്ചിട്ട് അല്ല നമ്മൾ ജോലി ചെയ്യേണ്ടത്. മണി മാത്രം വെച്ചിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരിക്കലും ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അങ്ങനെ ആൻസർ പറയാം. സോ മണിയും ഒരു ഫാക്ടറാണ്, എന്നാൽ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റുള്ള ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാം. ഇല്ലെങ്കിൽ മണി ഇമ്പോർട്ടൻ്റ് അല്ല, മറ്റുള്ള ഫാക്ടേഴ്സ് ആണെന്ന് പറയാം. ഇല്ലെങ്കിൽ മണി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലേത് ഒപ്പീനിയൻ വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈസ് മണി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ യെസ് ഓർ നോ പറഞ്ഞിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നോ, I don't really think that money is always the most important thing when choosing a job, primarily because money doesn't always buy happiness or job satisfaction, no matter how much of it we really have. Besides, if I'm being paid a lot of money, but what I do as a job is not considered to be important, then the chances are that I won't be able to perform to my full potential despite my best intention. Money is an important thing for us to do a job, but I do not believe that this is the most important aspect of a job. ഞാൻ പറഞ്ഞ പോലെ അല്ലേ, മണി ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പോലും അതല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആൻസർ അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. പാർട്ട് 3. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം ഞാനിപ്പോൾ നോക്കുന്നില്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്? പലർക്കും ഡൗട്ട്, എത്ര ആൻസർ ചെയ്യണം, എത്ര സെൻറ്റൻസ് ആൻസർ ചെയ്യണം, അല്ലെങ്കിൽ എത്ര സെൻറ്റൻസ് ആൻസർ ചെയ്യണം എന്നുള്ളത് പലർക്കും ഡൗട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് റീവൈൻഡ് ചെയ്ത് കേട്ട് നോക്കാം. ഞാൻ എത്രത്തോളമാണ് ആ ഒരു ആൻസർ, എത്ര ലെങ്തിലാണ് ആൻസർ പറഞ്ഞത് എന്നുള്ളത് ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ. അതിനുശേഷം മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യമുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നാളെ ഇതേ സമയം ഈ ഒരു സെഷനായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.